പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, എത്രകാലം ഞങ്ങളെ സംശയത്തിൽ നിർത്തും? ഇന്നത്തെ സുവിശേഷത്തിൽ ഉയരുന്ന ഈ ചോദ്യം നമുക്ക് തുറന്നു പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നിന്നും ഉയരുന്ന ചോദ്യം കൂടിയാണ്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും, എല്ലാം അനിശ്ചിതമായി തോന്നുന്ന കാത്തിരിപ്പും ആശങ്കയും നിറഞ്ഞ നിമിഷങ്ങൾ. സന്തോഷകരമായ കാത്തിരിപ്പ് അല്ല അത്. ഭാരമുള്ള കാത്തിരിപ്പ്. ഒരു ബന്ധം തളരുമ്പോൾ, ആരോഗ്യത്തിൽ ആശങ്ക വരുമ്പോൾ, ഭാവി മങ്ങിയതായി തോന്നുമ്പോൾ, പ്രാർത്ഥനകൾ പോലും നിശബ്ദതയിൽ തിരിച്ചുവരുന്നതുപോലെ തോന്നുമ്പോൾ, അത്തരം നിമിഷങ്ങളിൽ നമ്മുടെയുള്ളിൽ ഒരു ശബ്ദം ഉയരും. കർത്താവേ, നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ നല്ലവനാണെങ്കിൽ, ശക്തനായവനാണെങ്കിൽ, എനിക്ക് ഒപ്പം ഉണ്ടെങ്കിൽ, തെളിയിക്കൂല്. ഈ നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ന ശബ്ദം പുതിയത് അല്ല, സുവിശേഷത്തിലുടനീളം അത് മുഴങ്ങുന്നു. മരുഭൂമിയിൽ, ക്രൂശിൽ, ഇന്നത്തെ സുവിശേഷത്തിലും അത് കേൾക്കാം. ഇന്നും അത് നമ്മുടെ ഉള്ളിൽ മുഴങ്ങുന്നു. പക്ഷേ ഓരോ തവണയും നാം നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെക്കാൾ കൂടുതലായി നമ്മെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മുടെ ഭയത്തെയും നിയന്ത്രണം പിടിക്കാനുള്ള ആഗ്രഹത്തെയും ഉറപ്പിനുള്ള ദാഹത്തെയും വെളിപ്പെടുത്തുന്നു. നമുക്ക് വ്യക്തത വേണം, ഉത്തരങ്ങൾ വേണം. ദൈവം എല്ലാം വിശദീകരിക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. എന്നാൽ യേശു അതിന് ഒരു ലളിതമായ വിശദീകരണം നൽകുന്നില്ല. അവൻ അതിനേക്കാൾ ആഴമുള്ള ഒരു സത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നിങ്ങൾ എന്റെ ആടുകളിലൊന്നല്ലാത്തതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇത് നാം സാധാരണ ചിന്തിക്കുന്ന രീതിയല്ല. നാം കരുതുന്നത് ആദ്യം മനസ്സിലാക്കണം, ആദ്യം ഉറപ്പുണ്ടാകണം, ആദ്യം വിശ്വസിക്കണം, പിന്നെ നമുക്ക് ചേർന്നിരിക്കാം. എന്നാൽ യേശു അത് മറിച്ചിടുന്നു. ആദ്യം ചേർന്നിരിക്കുക, പിന്നെ വിശ്വാസം വളരും. ചേർന്നിരിക്കുക എന്നത് എന്താണ്? അറിയപ്പെടുക, കൈകളിൽ പിടിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക. അവിടെ നിന്നാണ് വിശ്വാസം നിശബ്ദമായി വളരുന്നത്. ഒരു യുവാവ് ഒരിക്കൽ തന്റെ ജീവിതത്തിൽ ദിശ തേടി യാത്രയായി. ചോദ്യങ്ങൾ നിറഞ്ഞ അവൻ വ്യക്തതക്കായി പ്രാർത്ഥിക്കണമെന്ന് ഒരു ജ്ഞാനിയായ സ്ത്രീയോട് അപേക്ഷിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വ്യക്തതയ്ക്കായി പ്രാർത്ഥിക്കില്ല, നീ ഇപ്പോഴും പിടിച്ചുനിൽക്കുന്നത് അതാണ്. നിനക്കാവശ്യമായത് വിശ്വാസമാണ്. പിന്നെ അവൾ സാവധാനത്തിൽ ചേർത്ത്, എനിക്ക് ഒരിക്കലും വ്യക്തത ഉണ്ടായിട്ടില്ല, എനിക്ക് ഉണ്ടായിരുന്നത് വിശ്വാസം മാത്രം. ഇത് നമുക്ക് എളുപ്പമല്ല, കാരണം മുഴുവൻ വഴി കാണാൻ നമുക്ക് ഇഷ്ടമാണ്. വിശ്വാസത്തോടെ അടുത്ത ഒരു ചുവട് വെക്കുന്നതിനേക്കാൾ അതിലും കൂടുതൽ വെല്ലുവിളിക്കുന്ന ഒരു സത്യം ഉണ്ട്. തപടോധഫ ഒരിക്കൽ ആളുകളോട് ചോദിച്ചു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പലരും പറഞ്ഞു, അതെ. പക്ഷേ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴുള്ള പോലെ തന്നെയാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടോയേ? നിങ്ങൾ ആയിരിക്കേണ്ട പോലെ അല്ല. അപ്പോൾ നിശബ്ദത പടർന്നു. കാരണം നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നാം കരുതുന്നത് ദൈവത്തിന്റെ സ്നേഹം നേടേണ്ട ഒന്നാണ്. നാം മെച്ചപ്പെടണം, ശക്തരാകണം, കൂടുതൽ വിശ്വാസമുള്ളവരാകണം. അപ്പോഴാണ് ദൈവം നമ്മെ സ്നേഹിക്കുക. പക്ഷേ സത്യം വളരെ ലളിതമാണ്, അതേസമയം സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതും. നാം ഇപ്പോഴുള്ള പോലെ തന്നെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, നാം ആയിരിക്കേണ്ട പോലെ അല്ല, കാരണം നമ്മിൽ ആരും പൂർണ്ണരല്ല. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ സ്പർശിക്കുന്നത്. നാം യേശുവിന്റെ മുന്നിൽ നിൽക്കുന്നു. നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ച് അവൻ നമ്മോട് പറയുന്നു, നീ എന്റേതാണ്. നാം തെളിവ് ചോദിക്കുന്നു, അവൻ സാന്നിധ്യം നൽകുന്നു. നാം വ്യക്തത ചോദിക്കുന്നു, അവൻ ബന്ധം നൽകുന്നു. നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അവൻ ചേർന്ന് ജീവിക്കാൻ ക്ഷണിക്കുന്നു. അതുകൊണ്ട് ചോദ്യം മാറണം. കർത്താവേ, നിങ്ങൾ ഉണ്ടെങ്കിൽ എന്നതിൽ നിന്ന് ഞാൻ എന്നതിലേക്ക്. ഞാൻ അവനാൽ അറിയപ്പെടുന്നവനാണെങ്കിൽ, ഞാൻ അവന്റെ ആടുകളിൽ ഒരാളാണെങ്കിൽ, ഞാൻ അവന്റെ കൈകളിൽ സുരക്ഷിതനാണെങ്കിൽ, ഞാൻ ഇപ്പോഴേ സ്നേഹിക്കപ്പെടുന്നവനാണെങ്കിൽ, എന്റെ ദൗർബല്യത്തിലും സംശയത്തിലും പോലും, എങ്കിൽ ഞാൻ ഇന്ന് എങ്ങനെ ജീവിക്കും? വിശ്വാസം എല്ലാ ഉത്തരങ്ങളും കിട്ടുന്നതല്ല. വിശ്വാസം ഇതിനകം തന്നെ അവനോടൊപ്പം ചേർന്നവനായി ജീവിക്കുകയാണ്. അടുത്ത ചുവട് വെക്കാൻ, അവന്റെ ശബ്ദം കേൾക്കാൻ,
നിശ്ശബ്ദതയിലും അവൻ സമീപത്തുണ്ടെന്ന് വിശ്വസിക്കാൻ. കാരണം യേശുവിന്റെ വാഗ്ദാനം സസ്പെൻസ് ഇല്ലാതാകുമെന്ന് അല്ല. അതിനിടയിലും നാം ഒറ്റപ്പെട്ടവരല്ല എന്നതാണ്. നാം പിടിക്കപ്പെട്ടിരിക്കുന്നു. നാം അറിയപ്പെടുന്നു. നാം അവന്റേതാണ്. അതുകൊണ്ട് ഇന്ന് ശാന്തമായേ, സാവധാനത്തില്ലേ, ആ മാറ്റം നമ്മുടെ ഉള്ളിൽ സംഭവിക്കട്ടെ. നിങ്ങൾ ഉണ്ടെങ്കിൽ എന്നത് മങ്ങിക്കൊള്ളട്ടെ. ഒരു പുതിയ സത്യം ഉയരട്ടെ. കർത്താവേ, ഞാൻ നിങ്ങളുടേതാണെങ്കിൽ അതെനിക്ക് മതി. ആമേൻ.